റാപ്പർ വേടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയുമായി 2 യുവതികൾ രംഗത്ത് വന്നു. നേരിട്ടെത്തിയാണ് കഴിഞ്ഞ ശനിയാഴ്ച അവർ പരാതി കൊടുത്തത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പുതിയ പരാതികൾ വരികയാണോ വേടനെതിരെ? റാപ്പർ വേടന് കുരുക്ക് മുറുകയാണ്. 2 ലൈംഗിക അതിക്രമ പരാതികളാണ് വേടനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് 2 യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2020-ലും 2021-ലുമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് പരാതിയിലുള്ളത്. സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ആയതുകൊണ്ട് അത് ഒരെണ്ണം എറണാകുളം ജില്ലയിലും ഒരെണ്ണം തൃശ്ശൂർ ജില്ലയിലേക്കുമാണ് കൈമാറാനുള്ള സാധ്യത. ഈ 2 ജുറിസ്ഡിക്ഷനിൽ ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വേടനെ സംബന്ധിച്ച് തൃക്കാക്കര പോലീസ് ഇതിനോടകം തന്നെ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയ പരാതികൾ ഉയർന്നത് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ തന്നെ ബാധിക്കും. സ്വാഭാവികമായും ഈ പരാതിക്കാർ ഇത്തരത്തിൽ വേടനെതിരെ ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇയാൾക്ക് നിരന്തരം പ്രശ്നക്കാരനാണ് എന്ന് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രതിസന്ധിയിലാക്കുന്ന പരാതികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 പരാതികൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കഴിഞ്ഞാൽ അവിടെ കേസെടുത്ത് അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിലേക്ക് നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.